Let capital T be a compact operator on an infinite dimensions Banach space capital X and lambda not equal to 0, then delta lambda equal to delta lambda closure. That is, delta lambda is closed space for lambda not equal to 0. Okay. അപ്പോൾ എങ്ങനെ നമുക്ക് ആദ്യം ഡെൽറ്റ ലാംഡ എന്താ നമുക്ക് മനസ്സിലാക്കുക. ഡെൽറ്റ ലാംഡ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഇമേജ് ഓഫ് ടി മൈനസ് ലാംഡ ഐ ആയിരുന്നു. ഇറ്റ് ഈസ് ഇമേജ് ടി ലാംഡയാണ്. സോ ലെറ്റ് വൈ എലമെൻറ്റ് ഓഫ് ടി ലാംഡ എടുത്തു, ഡെൽറ്റ ലാംഡ വൈ എലമെൻറ്റ് ഓഫ് ഡെൽറ്റ ലാംഡ എടുത്തു. അതിനകത്ത് എന്താ ഇമേജിലുള്ള ആളാണ്. ദാറ്റ് മീൻസ് ദർ എക്സ് എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു ടി ലാംഡ എക്സ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഇനി നമ്മൾ സെറ്റ് കൺസിഡർ ചെയ്യുന്നു, ഈ വൈ എന്ന് പറഞ്ഞ സെറ്റ് കൺസിഡർ ചെയ്യുന്നു. എന്താ ഈ വൈ എന്ന് പറഞ്ഞ സെറ്റ്? ഈ വൈ ഇസ് സെറ്റ് ഓഫ് ഓൾ സെറ്റ് എലമെൻറ്റ് ഓഫ് എക്സ് വിത്ത് പ്രോപ്പർട്ടി ടി വൈ ഓഫ് സെഡ് ഈക്വൽ ടു വൈ എന്ന് വെച്ചാൽ വൈൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രീ ഇമേജാണ് നമ്മൾ ടി ലാംഡ വെച്ചിട്ടുള്ള പ്രീ ഇമേജാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ടി വൈ ഇൻവേഴ്സ് ഓഫ് സിംഗിൾട്ടൺ വൈ. നൗ വൈ ഈക്വൽ ടു ടി ലാംഡ എക്സ് ആണ്, എക്സ് എലമെൻറ്റ് ഓഫ് ഇ വൈ ആണ്. നമുക്ക് ജസ്റ്റ് രണ്ട് വെക്ടേഴ്സ് എടുത്തിരിക്കണം. അപ്പോൾ ജസ്റ്റ് സെഡ് എലമെൻറ്റ് ഓഫ് ഇ വൈ ആണ്, ടി വൈ സെഡ് ഈക്വൽ ടു വൈ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ എന്താ പറയാം, ടി ലാംഡ ഓഫ് സെഡ് ഈക്വൽ ടു ടി ലാംഡ ഓഫ് എക്സ് ആണ് അല്ലേ. ദാറ്റ് ഈസ് അതിന് എന്ത് പറയാൻ പറ്റും, ലീനിയർ ആയതുകൊണ്ട് ടി ലാംഡ ഓഫ് സെഡ് മൈനസ് എക്സ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് സെഡ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ടി ലാംഡയുടെ കേണലിലുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, സെഡിനെ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് സെഡ് മൈനസ് എക്സ് എന്ന് എഴുതാം അല്ലേ. എക്സ് എക്സ് ക്യാൻസൽ മൈനസ് എക്സ് ക്യാൻസൽ ചെയ്യുമ്പോൾ സെഡിന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് എക്സ് സെഡ് മൈനസ് എക്സ് പക്ഷേ എവിടുത്തെ മെമ്പറാണ്, കേണലിലെ മെമ്പറാണ് അല്ലേ. ദാറ്റ് ഈസ് ആ എലമെൻ്റ് അപ്പോൾ എവിടെയുണ്ട്, സെഡ് എന്ന് പറഞ്ഞ ആൾ എക്സ് പ്ലസ് കേണൽ ടി ലാംഡയിലുണ്ട് അല്ലേ. ഈ കേണൽ ടി ലാംഡേനെ നമ്മൾ ഈ നോട്ട് എന്ന് വിളിക്കുന്നു. അപ്പോൾ ദാറ്റ് ഈസ് സെഡ് എവിടെയുണ്ട്, എവറി സെഡ് എലമെൻറ്റ് ഓഫ് ഇ വൈ എടുത്താലും അയാൾ എവിടെ ഉണ്ടാവും, സെഡ് എക്സ് പ്ലസ് ഇ നോട്ടിൽ ഉണ്ടാവും അല്ലേ. ഇത് നമ്മൾ തിരിച്ച് കാണിക്കും. അപ്പോൾ ഇ വൈ കണ്ടെയ്നർ ഈക്വൽ ടു എക്സ് പ്ലസ് ഇ നോട്ട് കിട്ടി. നമ്മൾ ഇത് തിരിച്ച് കാണിക്കുന്നു. എക്സ് പ്ലസ് ഇ നോട്ടിൽ ഏതെങ്കിലും വെക്ടർ എടുക്കുന്നു, സെഡ് എടുത്തു, സെഡ് എലമെൻറ്റ് ഓഫ് എക്സ് പ്ലസ് ഇ നോട്ട്. അതിനർത്ഥം എന്താ, സെഡ് മൈനസ് എക്സ് ബിലോങ്സ് ടു ഇ നോട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് കേണൽ ഓഫ് ടി ലാംഡ. കേണൽ ഓഫ് ടി ലാംഡയിൽ ആരുണ്ട്, സെഡ് മൈനസ് എക്സ് ഉണ്ട്. ദാറ്റ് ഈസ് ടി ലാംഡ ഓഫ് സെഡ് മൈനസ് എക്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് അതിൻ്റെ അർത്ഥം എന്താ, ടി ലാംഡ ഓഫ് സെഡ് ഈക്വൽ ടു ടി ലാംഡ ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണ്. ദാറ്റ് ഈസ് എന്താണ്, ഇയാൾ സെഡ് ഇ വൈയിലുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചുള്ള കൺക്ലൂഷൻ കിട്ടി, എന്ത്, എവറി എക്സ് സെഡ് എലമെൻറ്റ് ഓഫ് എക്സ് പ്ലസ് ഇ നോട്ട് എന്ന് പറയുന്നത് സെഡ് എലമെൻറ്റ് ഓഫ് ഇ വൈ ആണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഇ നോട്ട് കണ്ടെയ്നർ ഈക്വൽ ഇ വൈ ആണ്. സോ ഇങ്ങോട്ട് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഇ വൈ എന്ന് പറയുന്നതും എക്സ് പ്ലസ് ഇ നോട്ട് എന്ന് പറയുന്നത് സെയിം ആണ്. വേർ ഇ നോട്ട് ഈസ് കേണൽ ടി ലാംഡ. ഓക്കെ, നമ്മൾ അടുത്ത ക്ലെയിം പറയുകയാണ്, നമ്മൾ പർട്ടിക്കുലർ സെറ്റ് കൺസിഡർ ചെയ്യുന്നു, ആൽഫ ഓഫ് വൈ ഈക്വൽ ടു ഇൻഫിയം ഓഫ് നോം സെഡ് വെർ സെഡ് എലമെൻറ്റ് ഓഫ് ഇ വൈ. Then there exists a constant c independent of y such that alpha of y less than or equal to c by norm y. ഇതിനൊരു ബൗണ്ട് ഉണ്ടാവുന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇൻഫിയം ഓഫ് മോഡ്സസ് എന്താ സെറ്റ് എലമെൻറ്റ് ഓഫ് ഇ വൈയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ മോഡുലസിന് ഒരു ബൗണ്ട് ഉണ്ടാവുന്നതാണ് ഇവിടെ പറയണത്. അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, ആൽഫ ഓഫ് വൈ ലെസ് ദാൻ ഈക്വൽ ടു സി നോം വൈ ആവും. ദാറ്റ് ഈസ് ഫോർ എവരി വൈ എൻഡ് ഓഫ് ഡെൽറ്റ ലാംഡ ആൽഫ ഓഫ് വൈ ബൈ നോം വൈ ലെസ് ദാൻ ഈക്വൽ ടു സി ആയിരിക്കും. അപ്പോൾ ക്ലെയിം പ്രൂവ് ചെയ്യണം നമുക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ കോൺട്രഡിക്ഷൻ വിചാരിക്കുന്നു. ഇത് പ്രൂഫിൻ്റെ ഭാഗമാണ്. ഓക്കെ, അസ്യൂം ദാറ്റ് ദ ക്ലെയിം ഈസ് നോട്ട് ട്രൂ, ദെൻ ദർ ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ക്ലെയിം ട്രൂ അല്ല എന്ന് പറഞ്ഞ അർത്ഥം അങ്ങനെ അപ്പർ ബൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം. ബൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം ഏത് വാല്യൂ എടുത്താലും ആ പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും വലുതാവുന്ന രീതിയിൽ ഒരു എലമെൻറ്റ് ഉണ്ടാവും. സോ 1 എടുത്താൽ ഒരു y1 ഉണ്ടാവും വിത്ത് സാറ്റിസ്ഫൈങ് കണ്ടീഷൻ നോം ആൽഫ ഓഫ് വൈ ബൈ നോം y1 ഗ്രേറ്റർ ദാൻ 1 ആയിട്ട്. സിമിലർലി 1 2 3 എക്സെട്ര എന്ന് എടുത്ത് പോയാൽ എന്തുണ്ടാവും, വി ക്യാൻ കൺസ്ട്രക്ട് എ സീക്വൻസ് yn ബാർ എലമെൻറ്റ് ഓഫ് ഡെൽറ്റ വൈ സച്ച് ദാറ്റ് ആൽഫ ഓഫ് yn ബാർ ഡിവൈഡ് ബൈ നോം ഓഫ് yn ബാർ ഗ്രേറ്റർ ദാൻ n ആയിരിക്കും. ഫോർ ഈച്ച് n ദർ എക്സ്റ്റ് വൈ എൻ എന്താ, അപ്പോൾ നമ്മൾ തിരിച്ചെടുത്താൽ അതിൻ്റെ ഈ നേരത്തെ എടുത്ത വാല്യൂവിൻ്റെ 1 എടുക്കണം. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും, നോം ഓഫ് വൈ എൻ ബാർ ഡിവൈഡ് ബൈ ആൽഫ ഓഫ് വൈ എൻ ലെസ് ദാൻ 1/n ആണ്. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/0 പോകുന്നതുകൊണ്ട് ഈ സീക്വൻസ് എവിടേക്ക് പോകും, 0 പോകുന്നുണ്ടാവും. ഹെൻസ് നോം ഓഫ് വൈ എൻ ബാർ ബൈ ആൽഫ ഓഫ് വൈ എൻ ടെൻഡ്സ് ടു 0 ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ടി ലാംഡ ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണ്. സോ ടി ലാംഡ ഓഫ് ഗാമ എക്സ് ഈക്വൽ ടു ഗാമ വൈ ഫോർ എവരി സ്കാലർ ഗാമ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാരണം സ്കാലറാണ്, ലീനിയർ ആയതുകൊണ്ട് ഗാമ പുറത്തെടുക്കുന്നതാണ്. ഓക്കെ, സോ ആൽഫ ഓഫ് ഗാമ വൈ എന്താണെന്ന് നോക്കുക. ആൽഫ ഓഫ് ഗാമ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇൻഫിയം ഓഫ് മോഡ്സസ് ദാറ്റ് സെഡ് ബിലോങ്സ് ടു ഇ ഗാമ വൈ. പക്ഷേ ഈ ഗാമ വൈയിലെ മെമ്പർ എങ്ങനെ ഇരിക്കുക, ടി ലാംഡ ഓഫ് സെഡ് ഈക്വൽ ടു ഗാമ വൈ എന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇൻഫിയം ഓഫ് നോം ഗാമ സെഡ് എലമെൻറ്റ് ഓഫ് ഇ വൈ, അതിൽ ഗാമേനെ മോഡ്ലെസ്സായി പുറത്തെടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും, ആൽഫ ഓഫ് ഗാമ വൈ ഈക്വൽ ടു മോഡ് ഗാമ ഇൻറ്റു ആൽഫ ഓഫ് വൈ.
ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടൈപ്പ് ആൽഫ ഗ്രേറ്റർ ആൻഡ് ഗാമ ഗ്രേറ്റർ ആൻഡ് 0 ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും, ആൽഫ ഓഫ് ഗാമ വൈ ഈക്വൽ ടു ഗാമ ഇൻറ്റു ആൽഫ ഓഫ് വൈ എന്ന് പറയാം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൽഫകൾ നമ്മൾ വിളിക്കുന്ന പേര് ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്നാണ്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആൽഫ ഈസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്. നമുക്കിതും യൂസ് ചെയ്യേണ്ടി വരും കാര്യങ്ങളിൽ. Now take consider the sequence yn belongs to yn bar yn delta by alpha of yn. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും, ആൽഫ ഓഫ് വൈ എൻ എടുക്കുന്നുണ്ടാവും. ആൽഫ രണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ ലീനിയാരിറ്റി ഉള്ളതുകൊണ്ട് ആൽഫ ഓഫ് വൈ എൻ ബാർ പുറത്ത് വരും, പിന്നെ ഡിവൈഡ് ചെയ്ത് 1 വരും അല്ലേ. ദറ്റ് ഈസ് എന്താ നോം വൈ എൻ, അത് എന്താ വൈ എൻ എന്താണെന്ന് കിട്ടിയത്, ആൽഫ ഓഫ് വൈ എൻ എന്താണെന്ന് കിട്ടിയിട്ടുള്ളത് 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ നോം വൈ എൻ എന്താ, നോം വൈ എൻ എന്ന് പറഞ്ഞാൽ നോം ഓഫ് വൈ എൻ ബാർ ഡിവൈഡ് ബൈ ആൽഫ വൈ എൻ ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ലെറ്റ് എക്സ് എൻ ബി സച്ച് ദാറ്റ് ടി ലാംഡ ഓഫ് എക്സ് എൻ ഈക്വൽ ടു വൈ എൻ ടെൻസ് ടു 0. ആൻഡ് ടി ലാംഡ വൈ എൻ ടെൻസ് ടു 0 എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. നോം ഓഫ് വൈ എൻ ടെൻസ് 0 ആണെങ്കിൽ വൈ എൻ എവിടേക്ക് പോകും, ടെൻസ് ടു 0 തന്നെ ആയിരിക്കും. അപ്പോൾ വൈ എൻ എന്ന് പറഞ്ഞാൽ ഇമേജിലെ ആളാണ്, അതുകൊണ്ട് ദാറ്റ് ഇസ് സീക്വൻസ് എക്സ് എൻ സച്ച് ദാറ്റ് ടി ലാംഡ ഓഫ് എക്സ് എൻ ഈക്വൽ ടു വൈ എൻ ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി വിത്ത് നോം എക്സ് എൻ ലെസ് ദാൻ ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ഇങ്ങനെ സീക്വൻസ് സെലക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം എങ്ങനെ എക്സ് എൻ കിട്ടുമെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ വെച്ചാൽ, കാരണം നമ്മൾ എടുക്കുന്നത് ആൽഫ ഓഫ് വൈ എൻ സച്ച് ദാറ്റ് ഇൻഫ്യൂം ഓഫ് മോഡ്സ് സെറ്റ് എലമെൻറ്റ് ഓഫ് ഈ വൈ എൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് എന്ത് പറയാൻ പറ്റും, ഈ ഇൻഫ്യൂമത്തിനേക്കാളും വലുതാവുന്ന രീതിയിൽ ഒരു സീക്വൻസ് എക്സ് എൻ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി 2 വരുന്ന രീതിയിലുള്ള ആളെ സെലക്ട് ചെയ്യണമെന്ന് മാത്രം. സോ വി ക്യാൻ സെലക്ട് എ നോം എക്സ് എൻ വിത്ത് ലെസ് ദാൻ ഈക്വൽ ടു 2 ആയ രീതിയിൽ നമുക്ക് ചോയ്സ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലിയർലി നോം എക്സ് എൻ ലെസ് ദാൻ ഈക്വൽ ടു 2 ആണെന്ന് എക്സ് എൻ ബൗണ്ടറാണ്, ടി ഒരു കോമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും, ടി കോമ്പാക്റ്റ് ആയതുകൊണ്ട് ടിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രീ ഇമേജിന്, ടി ഓഫ് എക്സ് എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രീ ഇമേജിന് ടി ഓഫ് എക്സ് എൻ കെ സീക്വൻസ് എക്സ് എൻ കെ സെറ്റ് ദാറ്റ് ടി ഓഫ് എക്സ് എൻ കെ ടെൻസ് ടു സം വെക്ടർ, ഒരു കൺവേർജിങ് സബ് സീക്വൻസ് ഉണ്ട്. സോ ടി ഓഫ് എക്സ് എൻ കെ ടെൻസ് ടു സം ഡബ്ല്യു എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ടി ഓഫ് എക്സ് എൻ കെ മൈനസ് ലാംഡ എക്സ് എൻ കെ എന്ത് വരും, ടി ഓഫ് ലാംഡ ഐ ഇൻറ്റു എക്സ് എൻ കെ ആണ്. സോ ടി ലാംഡ ഓഫ് എക്സ് എൻ കെ ആണ്, ദറ്റ് ഈസ് എന്താ, വൈ എൻ കെ ആണ്. കാരണം ടി ലാംഡ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ എൻ ആയതുകൊണ്ട്. വിച്ച് ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്, വൈ എൻ ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ളത്. സോ ടി ഓഫ് എക്സ് എൻ എവിടേക്ക് പോകും, ടി ഓഫ് എക്സ് എൻ ടെൻസ് ടു ആൾസോ നമുക്ക് ഓൾറെഡി അറിയുകയും ചെയ്യാം, ടി ഓഫ് എക്സ് എൻ ടെൻസ് ടു ഡബ്ല്യു ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഞാൻ കൂട്ടി വായിച്ചാൽ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ടി ഓഫ് എക്സ് എൻ മൈനസ് ലാംഡ എക്സ് എൻ കെ എവിടേക്ക് പോകുന്നതാണ് നോക്കുന്നത്. അതായത് ഇയാൾ എവിടേക്ക് പോകുന്നുണ്ട്, ടി ഓഫ് എക്സ് എൻ കെ എന്ന് പറയുന്നത് എവിടേക്ക് പോകുന്നുണ്ട്, ഡബ്ല്യൂയിലോട്ട് പോകുന്നുണ്ട്. മൈനസ് ലാംഡ ഓഫ് എക്സ് എൻ, അപ്പോൾ എന്ത് വരും, ഈ മൊത്തത്തിലാണ് ലിമിറ്റ് കെ ടെൻസ് ടു ലാംഡ എക്സ് എന്തായി മാറും, ഡബ്ല്യു ആയി മാറും. ഓക്കെ, സോ എക്സ് എൻ കെ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ലാംഡ ഇപ്പോൾ സ്കാലർ പുറത്തെടുക്കാം, ഡബ്ല്യു ബൈ ലാംഡ ഈക്വൽ ടു എക്സ് നോട്ട്, കാരണം എക്സ് എൻ കെ ടെൻസ് ടു എക്സ് നോട്ടാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എക്സ് എൻ കെ ഓക്കെ, നമ്മൾ ഡബ്ല്യൂവിലാണ് എക്സ് നോട്ട് എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ സിൻസ് എക്സ് എൻ കെ ടെൻസ് ടു എക്സ് നോട്ട്, ടി ഈസ് കണ്ടിന്യൂസ്, നമുക്ക് എന്താ പറയാൻ പറ്റും, ടി ഓഫ് എക്സ് എൻ കെ ഈക്വൽ ടു എന്തായിരിക്കും, ടി ഓഫ് എക്സ് നോട്ട് ആയിരിക്കണം. ദറ്റ് ഈസ് ടി ഓഫ് എക്സ് നോട്ട് മൈനസ് ലാംഡ എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ടി ഓഫ് എക്സ് എൻ കെ, കാരണം ടി ഓഫ് എക്സ് നോട്ടിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ടി ഓഫ് എക്സ് എൻ കെ. ഓക്കെ, മൈനസ് ലാംഡ ഇൻറ്റു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് എൻ കെ. അതിൽ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ടി ഓഫ് എക്സ് എൻ കെ മൈനസ് ലാംഡ എക്സ് എൻ കെ ഈക്വൽ ടു, അതിന് മൊത്തത്തിൽ എടുത്തു ടി മൈനസ് ലാംഡ ഇൻറ്റു എക്സ് എൻ കെ ആക്കി മാറ്റി. ദറ്റ് ഈസ് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ടി ലാംഡ ഓഫ് എക്സ് എൻ കെ, ടി ലാംഡ ഓഫ് എക്സ് എൻ കെ പക്ഷേ നമുക്ക് വൈ എൻ കെ ആണെന്ന് അറിയാം, പക്ഷേ വൈ എൻ കെ ആസ് ടെൻ ടെൻസ് ഇൻഫിനിറ്റി ആസ് എൻ കെ ടെൻസ് ഇൻഫിനിറ്റി എന്നറിയാം. ദറ്റ് ഈസ് ടി മൈനസ് ലാംഡ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ടി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലാംഡ എക്സ് നോട്ട് അല്ലേ. സോ ടി ലാംഡ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എന്താണ്, 0 ആണ് അല്ലേ. ദറ്റ് ഈസ് എക്സ് നോട്ട് എവിടെ ഉണ്ട്, എക്സ് നോട്ട് എന്ന് പറയുന്നത് കേർണൽ ടി ലാംഡയിലുണ്ട്, അതായത് ഈക്വൽ ടു ഇ നോട്ടാണ്. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടിയപ്പോൾ ഇവിടെ എക്സ് എൻ കെ മൈനസ് എക്സ് ബിലോങ്സ് ടു വൈ ഇ എൻ കെ. എന്തുകൊണ്ടാണ്, ടി ലാംഡ ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണ്, ഇ വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഇ നോട്ടാണ്. ടി ലാംഡ ഓഫ് എക്സ് എൻ കെ എന്ന് പറഞ്ഞാൽ വൈ എൻ കെ ആണ്, ഈ വൈ എൻ കെ എന്ന് പറഞ്ഞാൽ എന്താ വരിക, എക്സ് എൻ കെ പ്ലസ് ഇ നോട്ടാണ് അല്ലേ. നമ്മൾ കാണിച്ചു വെച്ചത് അവിടെ അങ്ങനെയാണ്. നമ്മളെന്താ പറഞ്ഞിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മളെന്താ ഇപ്പോൾ കാണിച്ചേ, ടി ലാംഡ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് മീൻസ് എക്സ് നോട്ട് എവിടുത്തെ മെമ്പറാണ്, എക്സ് നോട്ട് എന്ന് പറയുന്നത് കേർണൽ ടി ലാംഡയിലുണ്ട്, ദാറ്റ് ഈസ് ഇ നോട്ടിലുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നോക്കുക, ടി ലാംഡ ഓഫ് വൈ എക്സ് ഈക്വൽ ടു വൈ ആകുമ്പോൾ ഈ വൈ ഈക്വൽ ടു എന്താണെന്ന് പ്രൂവ് ചെയ്ത് നമ്മൾ എക്സ് പ്ലസ് ഇ നോട്ടാണ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ടി ലാംഡ ഓഫ് എക്സ് എൻ കെ എന്താ വരിക, ടി ലാംഡ ഓഫ് എക്സ് എൻ കെ ഈക്വൽ ടു വൈ എൻ കെ ആണെങ്കിൽ എക്സ് എൻ കെ അവിടുത്തെ മെമ്പറാണ്, ഈ വൈ എൻ കെയിലെ മെമ്പറും ആണ്. അപ്പോൾ ക്ലിയർലി എന്ത് പറയാം,
ഈ വൈ എൻ കെ എന്ന് പറയുന്നത് എക്സ് എൻ കെ പ്ലസ് ഇ നോട്ടാണ് ഇത് പ്രകാരം. ഓക്കെ, ഈ വൈ ഈക്വൽ എക്സ് പ്ലസ് ഇ നോട്ടാണെങ്കിൽ ഈ വൈ എൻ കെ എന്ന് പറഞ്ഞാൽ എക്സ് എൻ കെ പ്ലസ് ഇ നോട്ടാണ്. ഇനി എക്സ് നോട്ട് കൂടി അവിടുത്തെ മെമ്പറാണെന്ന് അറിയാം, ഈ നോട്ടിലെ മെമ്പറാണ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എക്സ് എൻ കെ മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എവിടുത്തെ മെമ്പർ ആയിരിക്കും, ഈ വൈ എൻ കെയിലെ മെമ്പർ ആയിരിക്കും. ഓക്കെ, ഇനി ആൽഫ ഓഫ് വൈ എൻ കെ എന്തുവരും, ഇൻഫിയം ഓഫ് മോഡ്സ് ദാറ്റ് സെറ്റ് എലമെൻറ്റ് ഓഫ് ഇ വൈ എൻ കെ. നമ്മൾ പ്രൂവ് ചെയ്ത രണ്ട് കാര്യം പ്രകാരം എന്താ, എക്സ് എൻ കെ മൈനസ് എക്സ് നോട്ട് എവിടെയുണ്ട്, ഇ എൻ കെയിലുണ്ട്. എക്സ് എൻ കെ എന്ന് പറഞ്ഞാൽ എവിടേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്, എക്സ് നോട്ടിലോട്ട് ടെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നോം ഓഫ് എക്സ് എൻ കെ മൈനസ് എക്സ് നോട്ട് എവിടേക്ക് പോകും, സീറോയ്ക്ക് പോകും. ദാറ്റ് ഈസ് ഇതിൻ്റെ ഇൻഫിയം എന്തായിരിക്കും, സീറോ ആയിരിക്കും അല്ലേ. സോ ആൽഫ ഓഫ് വൈ എൻ കെ എന്താണ്, സീറോ ആണ്. ആൽഫ ഓഫ് വൈ എൻ കെ സീറോ ആയി എന്തുണ്ടാവും, നമ്മൾ ആൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ്. ആൽഫ ഓഫ് വൈ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് ഫോർ എവരി എന്നുള്ളത്. സോ അതിൻ്റെ കോൺട്രഡിക്ഷൻ ആവും. സോ നമ്മുടെ ക്ലെയിം ട്രൂ ആണ്. ഓക്കെ, ഇനി പ്രൂഫ് കഴിഞ്ഞിട്ട് കുറച്ച് ലെങ്തി പ്രൂഫാണ്. അതായത് ബൗണ്ട് ആൽഫ ഓഫ് വൈ ലെസ് ദാൻ ഈക്വൽ ടു സി നോം വൈ എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്തിപ്പോൾ. ഓക്കെ, നൗ ലെറ്റ് വൈ എൻ ബിലോങ്സ് ടു ഡെൽറ്റ വൈ ആണ്. വൈ എൻ ടെൻസ് ടു വൈ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇ വൈ ഈക്വൽ എക്സ് പ്ലസ് ഇ നോട്ട് ടി ലാംഡ ഓഫ് എക്സ് ഈക്വൽ വൈ ആണ്. സിൻസ് വൈ എൻ ഈസ് എ കൺവേർജൻറ്റ് സീക്വൻസ് ഇറ്റ് ഈസ് ബൗണ്ടഡ്. നോം വൈ എൻ എസ് ബൗണ്ടർ ആയതുകൊണ്ട് നോം വൈ എൻ ലെസ് ദാൻ ഈക്വൽ എം ഫോർ എവരി എൻ ആണ്. ഫ്രം ദ ക്ലൈം വി ഹാവ് ആൽഫ ഓഫ് വൈ ഈക്വൽ ടു ലെസ് ദാൻ ഈക്വൽ സി ഇൻറ്റു നോം വൈ ഫോർ എവരി വൈ എലമെൻറ്റ് ഓഫ് ഡെൽറ്റ y, delta lambda. Now yn belongs to delta lambda. We have alpha of y less than equal to c norm y less than equal to cm. So എന്ത് പറയാൻ പറ്റും നമുക്ക്, since alpha of yn equal to infimum of mod z plus z plus vyn, alpha of yn plus 1 is not a lower bound of norm z such that z element of evyn. ആൽഫ നമ്മളൊരു എലമെൻറ്റ് എടുക്കണം, ആൽഫ ഓഫ് വൈ എൻ പ്ലസ് 1. അത് ഇൻഫിയം അല്ലാത്തതുകൊണ്ട് എന്താ ഉറപ്പായിട്ടും ഡയറക്റ്റ് സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റും. നോം സെഡ് എൻ ലെസ് ദാൻ എക്സ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ആൽഫ ഓഫ് വൈ എൻ പ്ലസ് 1 ആയിട്ട്. ദറ്റ് ഈസ് നോം എക്സ് എൻ ലെസ് ദാൻ ഈക്വൽ ടു സി എം പ്ലസ് 1. സോ ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. നൗ വൈ എൻ ഈക്വൽ ടു ടി ലാംഡ ഓഫ് എക്സ് എൻ കെ വിച്ച് കൺവേർജസ് ടു വൈ. വൈ എന്ന് പറയുന്നത് ടി ലാംഡ ഓഫ് എക്സ് എൻ ആണ് വിച്ച് കൺവേർജസ് ടു y. നമ്മൾ എടുത്തിട്ടുള്ള അസംഷൻ തന്നെ നോക്കുക. വൈ എൻ എടുത്തിട്ടുള്ള അസംഷൻ പ്രകാരം വൈ എൻ എലമെൻറ്റ് ഓഫ് ഡെൽറ്റ വൈ ആണ് വൈ എൻ ടെൻസ് ടു വൈ എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും, വൈ എൻ ഈക്വൽ ടു ടി ലാംഡ ഓഫ് എക്സ് എൻ വിച്ച് ടെൻസ് ടു വൈ ആണ്. ദറ്റ് ഈസ് ടി മൈനസ് ലാംഡ വൈ ഓഫ് ലാംഡ ഐ ഓഫ് എക്സ് എൻ ടെൻസ് ടു വൈ ആണ്. ടി ലാംഡയ്ക്ക് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമാണ്. ഓക്കെ, ദാറ്റ് ഈസ് ടി ഓഫ് എക്സ് എൻ മൈനസ് ലാംഡ എക്സ് എൻ ടെൻസ് ടു വൈ ആണ്. ഓക്കെ, അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. നോ ടി കോമ്പാക്റ്റ് ആണ്. ടി കോമ്പാക്റ്റ് എന്ന് പറയാൻ പറ്റും, ബൗണ്ടഡ് സീക്വൻസ് എക്സ് എൻ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സബ് സീക്വൻസ് എക്സ് എൻ കെ ഉണ്ടാവും. സച്ച് ദാറ്റ് ടി ഓഫ് എക്സ് എൻ കെ ടെൻസ് ടു സെഡ് ആണ്. ഓക്കെ, ഹെൻസ് ഫ്രം 5 വി ഗെറ്റ് എന്താ, ടി ഓഫ് എക്സ് എൻ കെ മൈനസ് ലാംഡ എക്സ് എൻ കെ ടെൻസ് ടു വൈ ആണെങ്കിൽ വൈ ഈക്വൽ ടു ലിമിറ്റ് ടി എക്സ് എൻ കെ മൈനസ് ലാംഡ എക്സ് എൻ കെ. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു സെഡ് മൈനസ് ലാംഡ എക്സ് എൻ കെ. എക്സ് എൻ കെ എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ അതായത് ലിമിറ്റ് എക്സ് എൻ കെ മാറ്റി എഴുതാം എന്താവും, സെഡ് മൈനസ് വൈ ബൈ lambda equal to x1. That means xnk tends to x1. t continuous ആയതുകൊണ്ട് t of xnk tends to tx1. ഇനി since t of xnk minus lambda xnk equal to tx1 minus lambda x1 equal to t minus lambda of x1. ഇനി 6 and 7 പ്രകാരം എന്ത് പറയാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി y equal to t minus lambda of x1 equal to y equal to എന്താ t lambda of x1. That is y belongs to എവിടെയാണ്, y എവിടെയുണ്ട്, ഏത് വൈ എടുത്താലും അതിന് എന്തായിട്ട് പറയാൻ പറ്റും, ഇമേജ് ടി ലാംഡയിൽ പറയാൻ പറ്റും. ദാറ്റ് ഈസ് എന്താ ഡെൽറ്റ വൈ ആണ്. എന്താ നമ്മൾ കാണിച്ചതെന്ന് ശ്രദ്ധിക്കുക. ഏത് വൈ എൻ എടുത്താലും ഇമേജിൽ നിന്ന് എടുത്താലും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ലിമിറ്റ് വൈ എവിടെ ഉണ്ടെന്നാണ് നമ്മൾ കാണിക്കുന്നത്, ഇമേജിൽ നിന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഇമേജ് ടി ലാംഡയുടെ ക്ലോഷറും സെയിം ആണെന്നുള്ളത് കാണിക്കേണ്ടത്. വൺ സൈഡ് ക്ലിയർ ആണ്, എന്ത് ഇമേജ് ടി ലാംഡ ആൾറെഡി കണ്ടെയ്ൻഡ് ഞാനാണ്, ഇമേജ് ടി ലാംഡ ക്ലോഷറാണ്. തിരിച്ച് കാണിച്ചാണ് നമ്മളെന്ത്, ഇമേജ് ടി ലാംഡയുടെ ക്ലോഷർ എന്നൊരു എലമെൻറ്റ് എടുത്താൽ അതെവിടെ ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമേജ് ടി ലാംഡയിൽ ഉണ്ടെന്നാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, ദറ്റ് ഈസ് വൈ എൻ ഒരു വൈ എടുത്തു ഇമേജ് ടി ലാംഡയുടെ ക്ലോഷർ എന്ന്. ദറ്റ് ഈസ് അതിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസ് വൈ എൻ എവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും, ഇമേജ് ടി ലാംഡയിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കാണിച്ചു, ഇമേജ് ടി ലാംഡയിൽ നിന്ന് അറിയാൻ പറ്റി. സോ എന്ത് കിട്ടി നമുക്ക് കേട്ടോ, ആ കറസ്പോണ്ടിങ് വൈ എവിടെ നിന്നുണ്ട് അവസാനം കിട്ടി നമുക്ക്
ഡെൽറ്റ ലാംഡയിലുണ്ടെങ്കിൽ ഇമേജ് ടി ലാംഡയിലുണ്ടെന്നുള്ളത് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് ഇമേജ് ടി ലാംഡയുടെ ക്ലോഷറിനകത്തുള്ള ഏത് പോയിന്റും ഇവിടെ തന്നെയുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ഓക്കെ, ഒരു ലെങ്തി പ്രൂഫാണ്. കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷേ ചെയ്യണത് മനസ്സിലാക്കി പഠിച്ചാൽ ശ്രദ്ധിക്കുക, എന്നിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ.